ഹലോ വെൽക്കം ബാക്ക്. ഇന്ന് നമുക്ക് നല്ലൊരു അതായത് ബ്രേക്ക്ഫാസ്റ്റിനും ഡിന്നറിനൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു വെറൈറ്റി ആയിട്ടുള്ള ഒരു ഗ്രീൻ പീസിൻ്റെ കറിയാണ് കേട്ടോ. അതിനോട് നമുക്ക് ചപ്പാത്തിയും പൂരിയും ഒക്കെ നല്ല കോമ്പിനേഷനാണ്. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നൊക്കെ നമുക്ക് നോക്കാം. അപ്പോൾ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കരുത്. പിന്നെ നമ്മളെപ്പോഴും കറിയൊക്കെ വയ്ക്കുന്ന ഒരു സമയത്ത് സവാളയൊക്കെ നല്ലപോലെ അരിഞ്ഞ് അത് കുറേ നേരം വഴറ്റിയൊക്കെ എടുത്തിട്ടാണല്ലോ ഉണ്ടാക്കാറുള്ളത്. അപ്പം ഇത് പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കറിയാണ്. അപ്പോൾ അതിനായിട്ട് ഇവിടെ ഞാൻ ഇപ്പോൾ സവാളയും വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ആദ്യം തന്നെ ഒരു 2 സവാളയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അത് ഒന്ന് നമുക്ക് മിക്സിയിലൊന്ന് നല്ലപോലെ ഒന്ന് അരച്ചെടുക്കണം. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞു സവാള അതായത് അരിഞ്ഞ് കണ്ണൊന്നും എരിയേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഇതുപോലെ നല്ലപോലെ ഒന്ന് പേസ്റ്റാക്കി ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അതേ ജാറിൽ തന്നെ ഒരു തക്കാളി, അതും ഇതുപോലെ, അതിപ്പോൾ വലിയ തക്കാളിയാണ് ഞാൻ ഒന്നെടുത്തിട്ടുള്ളത്, ചെറുതാണ് നിങ്ങൾ രണ്ടെണ്ണം എടുക്കുക. പിന്നെ ഇതിലേക്ക് 4-5 വെളുത്തുള്ളിയും ഒരു ചെറിയ പീസ് ഇഞ്ചിയും കൂടി ചേർത്താണ് അരച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ കുക്കറിലാണ് ഞാൻ വെച്ച് കൊടുക്കാൻ പോകുന്നത്. ഇതിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്കൊരു 1/4 ടീസ്പൂൺ പെരിഞ്ജീരകം, ഒരു 2-3 ചെറിയ പീസ് പട്ട, ബേ ലീഫ്, ഒരു 2 ഗ്രാമ്പൂ, ഒരു ഏലക്കയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ അരച്ച് വെച്ചിരിക്കുന്ന ആ ഒരു സവാളയുടെ പേസ്റ്റ് ഇല്ലേ, അത് ഇതിലേക്ക് അത് ഇട്ടിട്ട് അതിൻ്റെ ഒരു പച്ചമണം ഒന്ന് മാറുന്നവരൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഈ സമയത്ത് ഒരു 2 പച്ചമുളകും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ സവാള നല്ലപോലെ നമ്മൾ അരച്ച് ചേർത്തോണ്ട് പെട്ടെന്ന് തന്നെ അത് വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ സമയത്ത് നമുക്കൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, അതുപോലെ തന്നെ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂണോളം പെരിഞ്ജീരകപ്പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, പിന്നെ ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല, അതും കൂടി ഇട്ടിട്ട് അതിൻ്റെ ഒരു പച്ചമണം മാറുന്നവരൊന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ ഇത് ആ മസാലയുടെ പച്ചമണം മാറിയതിന് ശേഷം നമ്മൾ നേരത്തെ അരച്ച് വെച്ചിരിക്കുന്ന ഒരു തക്കാളി അത് ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ എണ്ണ തെളിയുന്നവരൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ എണ്ണ തെളിയുന്ന ഒരു സമയമാകുമ്പോൾ തന്നെ നമ്മൾ ആ തക്കാളിയുടെ പച്ചപ്പൊക്കെ ആ ഒരു ടേസ്റ്റ് മാറി കിട്ടും. ഇനിയിപ്പോൾ കുറച്ച് ഗ്രീൻ പീസ് ഞാനൊന്ന് വെള്ളം ഒഴിച്ചൊന്ന് കുറച്ചൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഗ്രേവിക്ക് ഒന്ന് കട്ടി കിട്ടാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഇതിലേക്ക് നമ്മൾ ഗ്രീൻ പീസ് അത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വേവിച്ച ഗ്രീൻ പീസ് എല്ലാം ഇട്ട് കൊടുത്തിട്ടുള്ളത് നല്ല പച്ച ഗ്രീൻ പീസ് തന്നെയാണ്. അപ്പോൾ ഇതിലേക്ക് ഇനി ആവശ്യത്തിന് നല്ല തിളപ്പിച്ച വെള്ളം ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് എത്രയാണ് ഗ്രേവി വേണ്ടത് അതനുസരിച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിനൊന്ന് കുക്കർ അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കുക. അപ്പോൾ എനിക്കിവിടെ ഒരു 3 വിസിൽ മതിയായി ഇത് വെന്ത് കിട്ടാനായിട്ട്. അപ്പോൾ ഓരോരുത്തരുടെ കുക്കർ അനുസരിച്ചിരിക്കും. ചിലപ്പോൾ 1 വിസിൽ മതിയാവും, അല്ലെങ്കിൽ 2 വിസിൽ മതിയാവും. ഇപ്പോൾ നല്ലപോലെ നമ്മുടെ ഗ്രീൻ പീസ് കറി വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അവസാനമായിട്ട് കുറച്ച് കറിവേപ്പിലയും പിന്നെ മല്ലിയില, പിന്നെ കുറച്ച് ടേസ്റ്റ് കൂട്ടാൻ വേണ്ടിയിട്ട് ഒരു 1/2 ടീസ്പൂൺ ബട്ടറും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ബട്ടർ ഓപ്ഷണലാണ്, ഉണ്ടെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി. ഇട്ട് കൊടുത്താൽ കുറച്ചുകൂടെ ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ നമുക്ക് ചപ്പാത്തിയോടെയും പൂരിയുടെയും ഒക്കെ കൂടെ ഇത് നല്ലൊരു കോമ്പിനേഷനാണ്. ഉറപ്പായിട്ടും നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരേക്കും അസ്സലാമു.